ഹലോ, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഹാൻഡ് സ്ക്രഞ്ചി ഉണ്ടാക്കി നോക്കാം. അതായത് റിസ്റ്റ് സ്ക്രഞ്ചി എന്ന് പറയും, ഹാൻഡ് ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ആൾക്കാരൊക്കെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും കോളേജിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഇതുപോലുള്ള ഡിഫറെൻറ്റ് മോഡലുള്ള സ്ക്രഞ്ചീസൊക്കെ വിയർ ചെയ്യുന്നത് കാണാം. അതായത് റിസ്റ്റ് സൈഡിലായിട്ട്, നമ്മുടെ ഹാൻഡ് റിസ്റ്റ് സൈഡിലായിട്ട് വിയർ ചെയ്യുന്നത് കാണാം. അപ്പോൾ നല്ലൊരു അറ്റയർ കിട്ടുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. അതായത് നമുക്ക് എസ്പെഷ്യലി ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു ഭംഗിയാണ്. ഒരു എലിഗൻ്റ് അറ്റയർ അല്ലെങ്കിൽ ഒരു ഫോമൽ അറ്റയറൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എന്താ പറയുക, ട്രെൻഡി ആയിട്ട് പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണേ. അപ്പം ഞാനിതിലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്ക്രഞ്ചി മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് 55 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 8 സെൻറ്റിമീറ്ററുമാണ്. വിഡ്ത്ത് ഇലാസ്റ്റിക്കിന് എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ടാണ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2.5 സെൻറ്റിമീറ്ററുള്ള വിഡ്ത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 3 ടൈം പ്ലസ് ഹാഫ് സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതായത് 2.5 പ്ലസ് 2.5 പ്ലസ് 2.5 പ്ലസ് ഹാഫ് സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ വരുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ 3 സെൻറ്റിമീറ്ററിൻ്റെ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നതെങ്കിൽ 9 സെൻറ്റിമീറ്റർ വീഴത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ വ്രിസ്റ്റിൻ്റെ സൈസ് എടുക്കണം. ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കണം, അധികം ടൈറ്റ് ആക്കാതെ. എന്നിട്ട് അവിടെ ഒന്ന് ആ സൈസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് 1 സെൻറ്റിമീറ്റർ ആക്കി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റിസ്റ്റ് സൈസ് 15.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പ്ലസ് എക്സ്ട്രാ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അരികുവശങ്ങളൊന്ന് ഉരുക്കിയെടുക്കണം. ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിഗിനേഴ്സിനാകുമ്പോൾ മാർക്ക് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഹാഫ് സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം സീം അലവൻസ് വിട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചാണെങ്കിലും അങ്ങനെ. ഇന്ന് എനിക്കൊരു ഒട്ടും വയ്യാത്തൊരു ദിവസമാണ്. അപ്പോൾ വോയിസ് ഒന്നും അത്ര വലിയ ക്ലാരിറ്റി ഇല്ല, ഒരു എനർജി ഇല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്നാലും ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലുള്ള ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം എൻ്റെ ജോയിൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ 2 സെൻറ്റിമീറ്റർ വിട്ടില്ലേ, അതിനെ മിഡിലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ആ ഒരു 1 സെൻറ്റിമീറ്ററിലൂടെ വേണം രണ്ട് എൻഡും ജോയിൻ ചെയ്തെടുക്കാൻ. അതിനുശേഷം ഈ ഒരു എൻഡിൽ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കണം. ഓക്കെ, ഞാനിതിൻ്റെ രണ്ടെണ്ണം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എൻഡിൽ വരുന്ന ആ ക്ലോത്തൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ആണെങ്കിൽ അങ്ങനെ, മെഷീൻ സ്റ്റിച്ച് ആണെങ്കിൽ മെഷീൻ സ്റ്റിച്ചിൽ ചെയ്യാം. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. സിമ്പിളായിട്ട് അധിക പേര് ഞാൻ ഇതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടാണ് കാണാറുള്ളത്, ജീൻസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ മുകളിലൊരു ഫ്ലവർ കൂടി മേക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ ഒരു ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങളത് നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതിനെടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് 60 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 5 സെൻറ്റിമീറ്റർ വീഴ്ത്തിലുമാണ് കേട്ടോ. ഒരു ബേഡ്സ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. നീഡിലും ത്രെഡും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഹാൻഡ് സ്ക്രഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലവർ അറ്റാച്ച് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഉണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നോർമൽ ടൈപ്പ് സ്ക്രഞ്ചിയാണ് കേട്ടോ, ഫ്ലവറൊന്നും അറ്റാച്ച് ചെയ്യാത്ത ഒരു നോർമൽ സ്ക്രഞ്ചി. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് മേക്ക് ചെയ്ത് നോക്കണം. ബിഗിനേഴ്സ് പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇലാസ്റ്റിക് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം, അതായത് ഹെയർ ആക്സസറീസ് മാത്രമാണ് ഇപ്പം സെയിൽ ചെയ്യുന്നത്. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കൊറിയർ വഴി ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ പോലെ
വോളിയം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സി യു, താങ്ക് യു.